ഈശോ പാപഭാവ രോഗിയെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ഈശോ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കണ്ടത്. അവർ വളരെ വിസ്മയഭരിതരായി എന്നാണ് ദൈവവചനം പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രവൃത്തി അവർ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അവിടെ കുറെ മനുഷ്യര് ഈശോയ്ക്ക് എതിരാവുകയാണ്. അവർ പറയുന്നു, ഇവനെ എന്താണ് ഈ കാണിച്ചത്? ഇവന് ഈ രോഗിയോട് പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് ഇവരെന്താ അവകാശമുള്ളത്? അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈശോ വലിയൊരു അത്ഭുതം ചെയ്തു. ആ അത്ഭുതം വിഴുങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ആ അത്ഭുതത്തിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ ഈശോ എന്താണ് പറഞ്ഞത്, അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് ഈശോയിൽ ഇടറുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് നമ്മൾ സുവിശേഷത്തില് നമ്മൾ വചനത്തിൽ ചിന്തിക്കുന്നത് തന്നെയാണ്. അതായത് ഒത്തിരി മനുഷ്യർക്ക് അത്ഭുതം വലിയ സന്തോഷത്തിനും സൗഖ്യത്തിനും കാരണമായപ്പോൾ കുറെ മനുഷ്യർക്ക് അത് അവനെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈശോയ്ക്കെതിരെ ഒത്തിരി ആരോപണങ്ങൾ ഉയർന്നു എന്നുള്ളത് നമുക്കറിയാം. എന്താണ്? അവൻ സാപത്ത് ലംഘിക്കുന്നു, അവൻ ചുങ്കക്കാരോടും പാപികളോടും ഭക്ഷണം കഴിക്കുന്നു, അവൻ ജെറുസലേം ദേവാലയം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഈശോയെ പലതിലേക്ക് നയിക്കുകയാണ്. പല ആരോപണങ്ങളും, അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം അവസാനമായി ഉയർത്തുന്നതാണ്. എന്താണ്? ഇവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മളിത് മനസ്സിലാക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നന്മയുള്ള മനുഷ്യര് അവരെന്നും ക്രൂശിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നന്മയുള്ള മനുഷ്യര് എത്രമാത്രം അവർ നന്മയുള്ളവരായാലും ലോകം അവരിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കാണും, അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണം കൊണ്ടുവരും, എല്ലാവരും കുറിച്ച് പറയും. അതാ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കാണുന്ന ഒരു വ്യക്തി ഗ്രീക്ക് ഫിലോസഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സോക്രട്ടീസ് ആണ്. ഇത്തരത്തിൽ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം അധികാരികളാൽ കൊല ചെയ്യപ്പെടുകയാണുണ്ടായ അവസാനം. എന്താണ് അദ്ദേഹം ചെയ്തൊരു കാര്യം? അദ്ദേഹം തന്റെ പ്രഭാഷണങ്ങളിലൂടെ, തൻ്റെ ചിന്തിക്കുന്ന ആ ഒരു ശൈലിയിലൂടെ ഒട്ടേറെ മനുഷ്യരെ നന്മയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഈ മനുഷ്യരെ രാഷ്ട്രീയമായ വിധത്തിൽ ഒട്ടേറെ ആ മനുഷ്യരെ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതൊക്കെ കാണുന്ന ഈ സോക്രട്ടീസ് അതിനെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ അവസാനം ഈ അധികാരികളെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. കാരണം ഇവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിച്ചാൽ തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിക്കുന്ന ഈ അധികാരികൾ ഒരുമിച്ച് കൂടി തീരുമാനിക്കുകയാണ്, ഇവർ യുവാക്കളെ വഴിപിഴപ്പിക്കുന്നു എന്ന ആരോപണം ഇവരെ ഉന്നയിക്കാം. അപ്രകാരം അവർ ഉന്നയിച്ചു. കുറെ മനുഷ്യരെങ്കിലും അത് വിശ്വസിച്ചു. അവസാനം ഈ സോക്രട്ടീസ് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യനെ വിഷം കുത്തിവെച്ച് കൊല്ലുന്ന കാഴ്ച നമ്മൾ കാണും. അതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒറീസയിലെ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് 2 മക്കളുമായിട്ട് കൊല്ലപ്പെടുകയാണ്. നമുക്കറിയാം എവിടെയാണ് അത് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാം. ഒറീസയിലാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് നല്ല ജോലിയും നല്ല സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ സ്നേഹിക്കുകയാണ്, അവർക്ക് വേണ്ടി തന്നെ ജീവിതം സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തെയാണ് ഒരു രാത്രി ജീപ്പിലിട്ട് കത്തിച്ചു പോകുന്നത്.
ഹിന്ദു തീവ്രവാദികൾ. അതിനവർ കാരണം പറഞ്ഞത് എന്താണ്? ഇദ്ദേഹം ഒട്ടേറെ വ്യക്തികളെ മതം മാറ്റുന്നു. ദൈവത്തിനു വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിയ ആ ഒരു മനുഷ്യൻ അപ്രകാരം കൊല്ലപ്പെടുകയാണ്. അതിന് മുമ്പുള്ള ആരോപണം ഇതായിരുന്നു, അദ്ദേഹം ഒട്ടേറെ ഹൈന്ദവരെ മതം മാറ്റി. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അല്ലെ, ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റേഴ്സ്, അവർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. എന്താണ് അവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ? നമുക്കറിയാം, അവര് മനുഷ്യക്കടത്ത് നടത്തുന്നവരാണ്, അവര് മറ്റുള്ളവരെ മതം മാറ്റുന്നവരാണ്. ഈ 2 വാദങ്ങൾ പൊളിഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ് മതം മാറ്റുന്നു എന്ന് അവര് പറഞ്ഞപ്പോൾ ആ കുട്ടികൾ ഓൾറെഡി ക്രൈസ്തവരാണ് എന്നുള്ളതാണ്. പിന്നെ എന്താണ് മതം മാറ്റുന്നു പറയാൻ യാതൊരു ന്യായമില്ല. അടുത്ത ഒരു വാദം ഉയർത്തിയത് ഇതാണ്, അവർ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ളതാണ്. ആ വാദവും പൊളിഞ്ഞു. അതിന്റെ കാരണം എന്താണ്? ഇവർ പ്രായപൂർത്തിയായ യുവതികളാണ്, മാത്രമല്ല അവർ ജോലിക്കാണ് പോകുന്നത്. അവർ പോകുന്നതിന് സമ്മതിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ സത്യവാങ്മൂലം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 2 വാദങ്ങൾ പൊളിഞ്ഞു. എന്നിട്ടും അവർക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തിന്റെ ആഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടു അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു അവസ്ഥ എന്താണ്? ഇവർ വരെ തെറ്റ് ചെയ്തിട്ടാണ്, അല്ല തിന്മ ചെയ്തിട്ടാണ്. അവരവിടെ മിഷണറിമാരെന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ഈ മിഷണറിമാര് എന്താണ് ഇന്ത്യക്ക് ചെയ്തത് എന്നുള്ള കാര്യം ഒരു മദർ തെരേസയിലൂടെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒട്ടേറെ ക്രൈസ്തവ മിഷണറിമാരെ ഭാരതത്തിലെ ക്രിസ്തുവിന്റെ വെളിച്ചം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈശോയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടു. ഈ ലോകത്ത് ഏതൊക്കെ മനുഷ്യര് ദൈവത്തെക്കുറിച്ച് നന്മ ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ടോ അവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇനിയും ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാനായിട്ട് ഞാൻ പറയുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാതിരിക്കാനാണ് ഞാനത് പറയുന്നത്. അതിന്റെ കാരണം ഈശോ ആണ് എന്നാണ്. അതിന്റെ കാരണം ഈശോ ആണ് എന്നാണ് ഞാൻ പറയുക. ഈശോ പറയുകയാണ് എന്താണ്? അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ എന്താണ് അതിന് പറയുന്നത്? നിങ്ങളെയും പീഡിപ്പിക്കും. ലോകം നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ അതിനു മുമ്പ് അത് എന്നെ വെറുത്തുവെന്ന് മനസ്സിലാക്കിക്കൊള്ളു. എന്റെ നാമം മൂലം സർവ്വതും നിങ്ങളെ. ഈ വചനങ്ങള് നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്ന് ഞാൻ പറയും. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ആദർശമായിട്ട് സംഭവിക്കുന്നതല്ല, ഇത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഈശോയുടെ ചിന്താഗതികളും ഈ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനെപ്പറ്റി വിലയിരുത്തുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഇതുകൊണ്ടൊന്നും ഒരു ക്രിസ്ത്യാനി പിന്തിരിയരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. നന്മ ചെയ്യുന്നതിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി ഒരിക്കലും പിന്തിരിയരുത്. അവൻ മുന്നോട്ട് പോകണം. ആരോപണം ഉണ്ടാവും, ആക്രോശം ഉണ്ടാവും, പക്ഷേ അവൻ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഈ കാലഘട്ടത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ആരോപണങ്ങൾ ഇന്ന് ഉണ്ടായതല്ല ഞാൻ പറയാം. ചരിത്രം കാലത്തിന്റെ കാലം മുതൽ, ഈശോയുടെ കാലം മുതൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥതലത്തില് വിശുദ്ധ പൗലോസ്ലീഹയുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അതിനെ നേരിട്ടത്? ഇവിടെ അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. എഫെസോസിലെ ലഹള എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, എഫെസോസിൽ ഒത്തിരി ഈ പറയുന്ന ശില്പികളുണ്ടായിരുന്നു. അവര് ഒത്തിരി ശില്പങ്ങൾ വെള്ളി കൊണ്ടുണ്ടാക്കി ജനങ്ങൾ കൊടുക്കുമായിരുന്നു. ജനങ്ങൾ ഈ ശില്പങ്ങളുടെ മുമ്പിൽ ആരാധന നടത്തുമായിരുന്നു. പൗലോസ് എഫെസോസിൽ ചെന്നപ്പോൾ ഇത്തരത്തിലുള്ള വിഗ്രഹാരാധനകൾ കണ്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദൈവം എന്ന് പറയുന്നത് കൈ
പറഞ്ഞ് അവിടെയൊക്കെ ആളുകളെ ഇത്തരത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അപകടം മണത്തറിഞ്ഞ ഈ ശില്പികളുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഈ ശില്പികളുടെ നേതാവായ ഡെമേത്രിയോസ് അദ്ദേഹം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അക്കാലത്ത് ക്രിസ്തു മാർഗം സംബന്ധിച്ച് കാര്യമായ ബലമുണ്ടായി. ഡെമോക്രിയോസ് എന്ന പേരുള്ള വെള്ളിപ്പണിക്കാരൻ അർത്തമിസ് ദേവിയുടെ വെള്ളി മന്ദിരങ്ങൾ ഉണ്ടാക്കി, വെള്ളി ശില്പങ്ങൾ ഉണ്ടാക്കി ശില്പികൾക്ക് കാര്യമായ കച്ചവടം സാധ്യമാക്കിയിരുന്നു. അവൻ ഇവരെയും ഇത്തരം തൊഴിൽക്കാരെ വിളിച്ചുകൂടി പറഞ്ഞു, മാന്യരെ, നമ്മുടെ അഭിവൃദ്ധി ഈ തൊഴിലിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കൈകളുണ്ടാക്കിയവ ദൈവങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫെസസിൽ മാത്രമല്ല ഏഷ്യയിലാകെ ഗണ്യമായ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ച് വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അപഹാസ്യമായി തീരുമെന്ന അപകടത്തിൽപ്പെടുക മാത്രമല്ല, മഹാദേവതയായ അർത്തമിസിന്റെ ക്ഷേത്രം ഒന്നുമല്ലെന്ന് കരുതപ്പെടുകയും ഏഷ്യയിലും ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന അവരുടെ പ്രതാപം നശിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ജനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ജനങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുകയാണ്, പറയാം സത്യം എന്താണെന്ന് തോന്നുന്ന അവർക്ക് ചിന്താശക്തി ഇല്ല പല ജനങ്ങൾക്കും. അതാണ് ഇത് കേട്ടപ്പോൾ അവർ കോപാത്മാക്കളെ വിളിച്ചു പറഞ്ഞു, എഫെസോസുകാരുടെ അർത്തമിസ് വലിയവളാണ്. നഗരം മുഴുവൻ ബഹളമയമായി. അവരെല്ലാവരും കൂടി പൗലോസിന്റെ സഹയാത്രികരും മക്കദോനിയക്കാരുമായ ഗായിയോസിനെയും അരിസ്തർഹോസിനെയും വലിച്ചെടുച്ചുകൊണ്ട് പൊതുമണ്ഡപത്തിലേക്ക് തള്ളിക്കയറി. ജനസഭയിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചു. ശിഷ്യന്മാർ അവനെ അനുവദിച്ചില്ല. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? താനൊരു സത്യം പറഞ്ഞു, യഥാർത്ഥ ദൈവമാരാണ്, ഏക ദൈവമാരാണ്. അപ്പൊ അതിന്റെ പേരിലാണ് ഈ ബഹളങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് തന്നെ ശിഷ്യന്മാരെ അവർ വലിച്ചടിച്ച് കൊണ്ടുപോയത്. പൗലോസ് അങ്ങോട്ട് പോകാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്, അങ്ങോട്ട് പോകാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്, അവിടെ പിന്മാറാനല്ല. ഇതാണ് ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കാലഘട്ടത്തില് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന മിഷണറിമാർക്ക് ഈ ഒരു തീക്ഷ്ണത നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ, ഇതിന്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആരോപണങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മിസ്റ്റർ പൗലോസ് അവസാനം പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നു, അതാണ് നമ്മൾ ഇന്നത്തെ കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടത്, തീക്ഷ്ണതയാൽ എരിയുന്ന പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ ബലപ്പെടുത്തും. ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാഴോ. നമ്മുടെ പ്രിയമുള്ളവർ ഈ ഒരു തീക്ഷ്ണത നമുക്കുണ്ടാകണം, നമ്മുടെ മിഷണന്മാർക്കുണ്ടാകണം. നമ്മുടെ നാടുകളിൽ ഒത്തിരി മനുഷ്യർ ഈ മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോകാനായിട്ട് ഇടയാകണം. ഇത്തരത്തിലുള്ള തീക്ഷ്ണതയാൽ എരിയുന്നവരായിട്ട് മാറണം. കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു. ആ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ അത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് സ്വർഗത്തിലേക്കുള്ള എൻ്റെ ടിക്കറ്റാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ തെളിവാണത് എന്ന് ചിന്തിച്ച് ഉള്ളിൽ നിന്ന് തന്നെ പറയണം. ആ ഒരു സ്പിരിറ്റ്, അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മിഷന്മാരുണ്ടാവണം. നമ്മുടെ നാടുകളിൽ ഒത്തിരി മനുഷ്യർ അത്ര പോകാനിടയാകണം. അങ്ങനെ ദൈവത്തിന്റെ രാജ്യം ഈ ആഘോഷങ്ങൾക്കിടയിലും ഈ ആരങ്ങൾക്കിടയിലും ഈ ആരോപണങ്ങൾക്കിടയിലും ഒക്കെ വികസിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രദർശിക്കാണ് വിളിച്ച് കഥാവീശു അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ആരോപണങ്ങൾക്ക് വിധേയരാകും. അവർ പീഡിപ്പിക്കപ്പെടുന്നു. ഈശോ എന്ന് പറഞ്ഞു, ഞാൻ പീഡിപ്പിക്കപ്പെട്ടതാ, നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. എന്നെ ലോകം ദ്വേഷിച്ചു, നിങ്ങളെ ദ്വേഷിക്കും. നിങ്ങൾക്ക് ഭൂമിയിൽ ഞെരുക്കങ്ങളുണ്ടാവും, എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ഭൂമിയെ കീഴടക്കിയിരിക്കുന്നു. ഈശോയെ അങ്ങയുടെ വചനത്തിൽ വിശ്വാസം അർപ്പിച്ചു. മിസ്റ്റർ പൗലോസിനെ പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ പേടിക്കാതെ ധീരതയോടുകൂടി അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷി ഞങ്ങൾക്ക് കാണിച്ചു. ഒട്ടേറെ മിഷണറിമാരെ ഇത്തരത്തിൽ പരിശുദ്ധം നിറഞ്ഞവരായിട്ട് മാറണം. ഒട്ടേറെ വ്യക്തികൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്തരം മേഖലകളിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് പ്രേരിതരാകണം. ദൈവം ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ശക്തിയോട് നയിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും.